ഇരട്ടിയാറ്റിൽ വയോധികയുടെ കഴുത്തിൽ കിടന്ന 4 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല മോഷ്ടിച്ച കേസിൽ ജാർഖണ്ഡ് സ്വദേശികളായ ഭാര്യയും ഭർത്താവും കട്ടപ്പന പോലീസിന്റെ പിടിയിൽ. ഇരട്ടിയാർ പഞ്ചായത്ത് പടിയിൽ താമസിക്കുന്ന പ്രൊവിഡൻസ് വീട്ടിൽ ഡോക്ടർ ജോ തോമസിന്റെ വീട്ടിലാണ് പുലർച്ചെ മോഷണം നടന്നത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. കഴിഞ്ഞ 2 മാസത്തിലധികമായി ഡോക്ടർ ജോ തോമസിന്റെ വീട്ടിൽ താമസിച്ച് ജോലികൾ ചെയ്തു വന്നിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ മദൻലാൽ, ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് കൂടെയുണ്ടായിരുന്നയാളുമാണ് മോഷണക്കുറ്റത്തിന് കട്ടപ്പന പോലീസ് പിടികൂടിയത്. പുലർച്ചെ ജോ തോമസിന്റെ ഭാര്യ മേരി ജോ പള്ളിയിൽ പോയ സമയത്ത് മദൻലാൽ വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി കട്ടിലിൽ കിടക്കുകയായിരുന്ന ജോ തോമസിന്റെ 93 വയസ്സ് പ്രായമുള്ള മാതാവ് അന്നമ്മയുടെ കഴുത്തിൽ കിടന്ന 4 പവനോളം തൂക്കം വരുന്ന മാല തന്ത്രപൂർവ്വം മോഷ്ടിക്കുകയായിരുന്നു. ഈ സമയം ഡോക്ടർ ജോ തോമസ് വീട്ടിലുണ്ടായിരുന്നു. സംശയം തോന്നിയ മാതാവ് ഇദ്ദേഹത്തെ വിളിക്കുകയും തുടർന്ന് വീട്ടിലെ CCTV പരിശോധിക്കുകയും ചെയ്തതോടെയാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജിൻസൺ വർക്കിയെ ബന്ധപ്പെടുകയും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. മാല മോഷ്ടിച്ച ഇരുവരും പുലർച്ചെ തന്നെ വീട്ടിൽ നിന്നും മതിൽ ചാടിക്കടന്നു പോകുന്ന ദൃശ്യങ്ങളും CCTVയിലുണ്ടായിരുന്നു. തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ മണിക്കൂറുകൾക്കുള്ളിൽ പുളിയന്മൽ റോഡിൽ നിന്നും ഇരുവരെയും പിടികൂടുകയായിരുന്നു. വൈഫ് പള്ളിയിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് MND എന്ന് പറയുന്ന രോഗമുള്ളതുകൊണ്ട്, കളർ രോഗമുള്ളതുകൊണ്ട് എണ്ണീറ്റ് എല്ലാം പറ്റിയില്ല പെട്ടെന്ന്. ഞാൻ പയ്യെ സാവധാനത്തിനോട് ചെന്നപ്പം അമ്മ പറഞ്ഞു, അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന മാല ആരോ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു. ഞാനർത്ഥം ഒരു ഹാലുസിനേഷനായിരിക്കും, കാരണം ഇവിടെ എല്ലാം പട്ടിയും TV ഒക്കെ ഉള്ളത് കൊണ്ട് അത് ഒരു ഹാലുസിനേഷനായിരിക്കും എന്ന് ഞാൻ കരുതി. പിന്നീട് പരിശോധനയൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് CCTV കണ്ടു. ഇവർ ഇവിടുത്തെ ഹിന്ദിക്കാരൻ, ഒരു 2 മാസമായിട്ട് ഇവിടെ താമസിക്കുന്ന ഹിന്ദിക്കാരൻ, ഫ്രണ്ടിലെ വാതിൽ, അത് വൈഫ് പള്ളിയിൽ പോകാൻ നേരത്തെ ലോക്ക് തുറന്നിട്ട് ചുമ്മാ ചാരിയിട്ടിരിക്കുകയായിരുന്നു. അതിലെ അകത്ത് കയറുന്നതും പിന്നെ ഒരു 6 മിനിറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നതും. പിന്നെ മറ്റ് വിഷ്വൽസൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇവനെ മതിലിയാടി ഭാര്യയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടിപ്പോകുന്നതായിട്ടാണ് കണ്ട്. അപ്പം ഫേഷനിൽ അറിയിക്കുകയും പിന്നീട് എനിക്ക് ശാരീരിക പ്രയാസമുള്ളതുകൊണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാണ് എനിക്ക് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോഴത്തേക്ക് കട്ടപ്പന CIയുടെ നേതൃത്വത്തിൽ വളരെ സമർത്ഥമായിട്ട് അവനെ ലൊക്കേറ്റ് ചെയ്യുകയും പുളിമലേക്കുള്ള റോഡ് സൈഡിലൂടെയോ പാറകടവിനപ്പുറത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ട് വരികയും ചെയ്തു. ഞാൻ സ്റ്റേഷനിലേക്ക് അവർ കൊണ്ടുവന്നു. ഇരുവരെയും കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. വീട്ടുടമയുടെ പരാതിയിൽ മദൻലാലിനെതിരെ കട്ടപ്പന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം.